ആറാം സങ്കീർത്തനം അനുതാപ സങ്കീർത്തന ഗണത്തിൽ ആദ്യത്തേതാണ്. ദാവീദ് തന്നിലേക്ക് തന്നെ നോക്കി കണ്ടെത്തുന്ന കുറവുകളും കുറ്റങ്ങളും പോരായ്മകളുമല്ലാതെ മറ്റ് യാതൊരു അവകാശവാദങ്ങളും ദൈവസന്നിധിയിൽ വെക്കുന്നില്ല. യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്റെ അസ്ഥികളും പ്രാണനും കൂടെ ഭ്രമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തനിക്ക് അർഹതപ്പെട്ടത് സമ്പൂർണ്ണ തകർച്ച മാത്രമാണെന്ന് സങ്കീർത്തനക്കാരൻ സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെയാണ് വിശ്വാസവും പ്രത്യാശയും ഒരു ദൈവപൈതലിനെ കൈപിടിച്ചുയർത്തുന്നത്. വിശ്വാസത്തിന്റെ കണ്ണുകൾ ഇവിടെ സ്വർഗത്തിലേക്ക് നോക്കുന്നു. യഹോവേ, എത്രത്തോളം എന്ന് ചോദിക്കുമ്പോൾ തന്നെ എത്ര താമസിച്ചുവെന്ന് തോന്നിയാലും ദൈവം തന്റെ ദാസന്മാരിലേക്ക് മടങ്ങിവന്ന് അവരെ പൂർണ്ണമായി രക്ഷിക്കുമെന്ന് ഈ ഭാഗം ഉറപ്പു നൽകുന്നു. ചില പരിശോധനകളിൽ കൂടെ നാം കടന്നുപോയി എന്ന് വരാം. ധാന്യം ശുദ്ധീകരിക്കപ്പെടുന്നത് കാറ്റിനാലാണ്, സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നത് തീയിനാലാണ്. പരിശോധന എന്ന തീയിനാലും കാറ്റിനാലും പലപ്പോഴും നമ്മുടെ ഹൃദയവും ശുദ്ധീകരിക്കപ്പെടും. 5-ാം വാക്യത്തിൽ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ എന്ന് നാം വായിക്കുന്നു. തുടർന്ന് പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മരണത്തിലേക്കും നിത്യമരണത്തിലേക്കും നീങ്ങുന്ന പാപി ഓർക്കുക, ഈ ജീവിതം മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടുവാനുള്ള ഏറ്റവും നിർണായകമായ അവസരം നൽകുന്നുവെന്ന്. മരണാനന്തരം പാപിക്ക് ദൈവവുമായി ബന്ധപ്പെടുവാൻ ഒരു നാളും കഴിയുകയില്ല. പാപിക്ക് ഈ ജീവിതത്തിൽ തന്നെ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കാം. വിശ്വാസികളും നൽകപ്പെട്ട ആയുസ്സിന്റെയും ജീവിതത്തിന്റെയും മൂല്യം ഈ ഭാഗങ്ങളിൽ തിരിച്ചറിയേണ്ടതും ദൈവമഹത്വത്തിനായി ജീവിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ആയുസ് ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള സുവർണാവസരമാണ്. 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ വീണ്ടും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. ഞരക്കത്തോടെ, കണ്ണുനീർ കൊണ്ടും ദുഃഖം കൊണ്ട് കുഴിഞ്ഞ കണ്ണുകൾ കൊണ്ടും വൈരികൾ നിമിത്തം മൂലമുള്ള ക്ഷീണം കൊണ്ടും ആണെങ്കിലും ഒടുവിൽ താൻ മറുപടി കണ്ടെത്തുന്നത് ഇങ്ങനെയാണ്. ആ സാക്ഷ്യമാണ് നാം വായിക്കുന്നത്. യഹോവ എന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിരിക്കുന്നുവെന്നത്. പ്രിയ വിശ്വാസിയെ, കരച്ചിലിന് ശബ്ദമുണ്ട്, കണ്ണുനീരിനും ഭാഷയുണ്ട്. ദൈവം അത് തിരിച്ചറിയുന്നു. ദൈവം മാത്രം അത് തിരിച്ചറിയുന്നു, നമുക്ക് മറുപടിയും നൽകുന്നു. അധർമ്മത്തിൽ രസിക്കുന്നവരായി നീതികേട് പ്രവർത്തിക്കുന്നവരുമായി വ്യക്തമായ അകലം ഒരു വിശ്വാസി പാലിക്കണമെന്ന ഗുണപാഠത്തോടെ ഈ സങ്കീർത്തനം സമാപിക്കും.